ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളൊന്ന് ദക്ഷിണകാശി വരെ പോയാലോ? ദക്ഷിണകാശി എന്ന് വെച്ചപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട്, അതെവിടെ? അത് നമ്മുടെ ഓച്ചിറയാണ് കേട്ടോ. ഓച്ചിറയെ നമ്മൾ പൊതുവെ ദക്ഷിണകാശി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ മാസത്തിലൊരു 3-4 തവണയൊക്കെ ഓച്ചിറയിൽ പോകും. ഒരുപാട് നമുക്ക് കുട്ടികളുമായിട്ടൊക്കെ പോയി കൂടുതൽ നേരം നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഓച്ചിറ എന്ന് പറയുന്നത്. വിച്ചു ആണെങ്കിൽ അവിടെ ചെന്ന ഉടനെ താഴെ നിൽക്കൂല. ആളുകളെയൊക്കെ കണ്ടപ്പോൾ അവന് പേടിയായി. അങ്ങനെ പിന്നെ ചേട്ടനെടുത്ത് കയ്യിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓച്ചിറ കണ്ടോ. പൊതുവേ ഇന്ന് ഇത്തിരി തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ഈ കാളയുടെ തലയിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ ദക്ഷിണ ഇട്ട് തൊഴണം കേട്ടോ. എന്നിട്ടാണ് ഭഗവാനെ തൊഴാൻ നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾ തൊഴുതിട്ട് ബാക്കിൽ, ആ കാവിൻ്റെ ബാക്കിലുള്ളതാണിത്, ആൽത്തറയുടെ ബാക്കിൽ. അത് ഇങ്ങനെ ഓതുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ കണ്ണീറിന് ഉപ്പുമുളക് ഒഴിയുന്നതിൻ്റെ വേറൊരു വെർഷൻ. എന്തോ ഒരു തൂപ്പ് വെച്ചിട്ടാണ് അവരിങ്ങനെ ഒഴിയുന്നത് കേട്ടോ. 2-3 പേരുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ഉണ്ട്. ഇത് തത്തയെ വെച്ചിട്ട് മറ്റേ ചീട്ടെടുക്കത്തില്ലേ, അതാണ്. ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു കൗതുകം കൊണ്ട് ഇങ്ങനെ നോക്കിയതാണ്. ഈ ചേട്ടനെ ഞങ്ങൾ എപ്പോഴും പോകുമ്പോഴും കാണും കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കും ചേട്ടന്. നിങ്ങളും പോവുകയാണെങ്കിൽ കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഇതുപോലെ ഒരുപാട് ആളുകൾ ആ മണ്ണിലുണ്ട്. അപ്പം നിങ്ങൾ പോകുമ്പോൾ അവർക്ക് കൊടുക്കുക. ഈശ്വരനല്ല പൈസ ആവശ്യം. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ വേണം നമ്മൾ സഹായിക്കാൻ. അപ്പം നമ്മൾ ഈശ്വരനായി കേട്ടോ. അപ്പോൾ ചോദിക്കും, എന്തിനാ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ? മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മനസ്സമാധാനമാണ് അത്യാവശ്യം. എന്താ പറയുന്നത്, ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ കുറേ നേരം ഭജനയൊക്കെ കേട്ടു കേട്ടോ. ഒരുപാട് നേരം ഇരുന്നു. പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് പ്രസാദം കിട്ടിയത്. നാഗത്താന്മാരെ വെച്ചിരിക്കുന്ന കാവുണ്ടല്ലോ, അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ആക്രാന്തം കൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭജനയൊക്കെ കണ്ടു. ആ കൊച്ചു പയ്യനുണ്ടല്ലോ, അവൻ വായിക്കുന്നതും അടിപൊളിയായിട്ട്, അവൻ നന്നായിട്ട് നാമം ചൊല്ലുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഭജന നടക്കുന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ വന്നിരിക്കും. അവരും പാടും, അങ്ങനെ നമ്മളും പാടും, അങ്ങനെയാണ്. അപ്പോൾ നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം, നാമജപങ്ങൾ മാത്രം, അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കിളികളുണ്ട്, ഒരുപാട് കൊക്കുകളും കാക്കയും, അങ്ങനെ ഒത്തിരി കിളികൾ ആ ആലയിൽ മൊത്തം ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുണ്യ പൂങ്കാവനാണ്. ഇത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. കാരണം ഇരുട്ടായാൽ ഇവിടെ നിന്ന് നമുക്ക് വന്ന് കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇരുട്ടായിരിക്കും മൊത്തം. അപ്പോൾ പൂങ്കാവനത്തിൽ നമ്മുടെ നക്ഷത്രങ്ങളുണ്ടല്ലോ, നമ്മുടെ ജന്മനക്ഷത്രങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ഓരോ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾ ദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് അവിടെ വിളക്ക് കത്തിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം കേട്ടോ. അത് വായിച്ച് നോക്കിയാൽ മതി, അതിലെഴുതിയിട്ടുണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ദോഷമൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഭംഗിയാണ്. ഒരുപാട് റിലാക്സ് ആയിട്ടിരിക്കാൻ തോന്നും. അപ്പോൾ പറ്റുന്നെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ഓച്ചിറയിൽ വന്ന് തൊഴണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവരുടെ പേരൻസും ഒക്കെ വന്നിങ്ങനെ റെസ്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിയായിട്ട് ഓടി നടന്ന് കളിക്കാം. എല്ലാം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞങ്ങൾ കരിങ്ങാലി കണ്ടു കേട്ടോ. നക്ഷത്രം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇരുട്ട് സമയമായിരുന്നു. അതിൻ്റെ ഇല ഒരു വല്ലാത്ത ഒരു പുളിയില പോലെ ആയിരിക്കും. ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഇലയൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങനെയാണോ നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കൗതുകം കൊണ്ട് എടുത്തത്. നമ്മൾ കരിങ്ങാലി വെള്ളം തിളപ്പിക്കുമ്പോൾ ഇല്ല കവറിൽ പാക്ക് ചെയ്തല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഒരു കൗതുകം. ഞങ്ങളെപ്പോഴും പോകുമ്പോഴും ഇങ്ങനെ മരങ്ങളുടെ ഇലകളൊന്നും ശ്രദ്ധിക്കാറില്ല. പേരെഴുതി ഇങ്ങനെ നക്ഷത്രങ്ങൾ അങ്ങനെ നോക്കി അങ്ങ് പോകും. വിച്ചുവൊക്കെ ഓടി നടന്ന് കളിക്കുകയാണ്. ഞാൻ വൈഷ്ണവിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു ഡാൻസ് കളിക്കാം. അപ്പോൾ അവൾക്ക് വയ്യ, മടി, അതുകൊണ്ട് അവൾ കളിച്ചില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ കണ്ട് നിങ്ങളെയും കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത്. പിന്നാണ് വരുന്നത്. കളിപ്പാട്ടക്കടയിൽ കയറിയപ്പോൾ അവൻ ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ. അവൻ ലോറി വേണം, കാറ് വേണമെന്നൊക്കെ പറഞ്ഞാൽ വന്ന് അവസാനം അവനൊരു ക്ലേയും പൊക്കി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. സത്യത്തിൽ ഇത് വൈഷ്ണവിക്ക് മേടിച്ചതാണ്. അവൾ എടുക്കുന്നുണ്ടപ്പോൾ അവനും വേണം. അപ്പോൾ 2 പേർക്ക് കൂടെ മേടിക്കാൻ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരാൾക്ക് ക്ലേ മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ സ്ഥലമാണ് വന്നിട്ടുള്ളത്. ഏതെടുക്കണമെന്നറിയാൻ വയ്യ. ഒരു 10,000 കണക്കിനുണ്ട്. എങ്കിലും അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് എടുത്താലും ഞാൻ സൂക്ഷിക്കില്ല. അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് ഒരു കളറ് കമ്മലെടുത്തു, ഒരു പച്ചക്കല്ലിൻ്റെ കമ്മലെടുത്തു. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ 10, 20, 40 അങ്ങനെയാണ് വില പോകുന്നത്. ഞാനെടുത്ത കമ്മൽ ഇതാണ്. പിന്നെ നമ്മൾ നല്ല ചൂട് ബജ്ജിയൊക്കെ കഴിക്കാൻ വന്നു.
അങ്ങനെ വൈഷ്ണവിക്ക് കോളിഫ്ലവറാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് അവൾക്ക് അതെടുത്തു. എനിക്ക് ബജ്ജിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ബജ്ജി മേടിച്ചു. പിച്ചു പിന്നെ ഇത് രണ്ടും കഴിക്കും, അവന് ഏതായാലും പ്രശ്നമില്ല, അവൻ്റെ വയറ് നിറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ്ട സോസൊക്കെ ഒഴിച്ച് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ അന്നദാന മന്ദിരത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ബജ്ജിക്കടയാണ് കേട്ടോ. ഒരുപാട് കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്, നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോൾ ഓരോ മാറ്റങ്ങളാണ്. അപ്പം അന്നദാനത്തിനൊക്കെ എഴുതിക്കാനുള്ളവരും അവിടുത്തെ അന്നദാന മന്ദിരത്തിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. നമ്മുടെ ഈ ആണ്ട് പോലത്തെ ഒക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് അരിയായിട്ടോ പൈസയായിട്ടോ ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു അമ്മയാണ് കേട്ടോ. കുറേ നേരം ഭജന കേട്ടിരുന്ന് പിന്നെ നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി കേട്ടോ, വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി കേട്ടോ. കാരണം ഇനി ഇരുന്ന് അങ്ങ് ഇരിക്കും, അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഓച്ചിറയിലൊന്ന് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.